കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവേസ്തിനെ ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി ഇന്നലെ രാത്രി തിരഞ്ഞെടുത്തു. കോൺക്ലേവ് വൈകുന്നേരമായപ്പോഴേക്കും പോപ്പിനെ തിരഞ്ഞെടുത്തു. സിസ്റ്റൈൻ ചാപ്പലിലെ പുകക്കുഴലിലൂടെ അത് അറിയിച്ചുകൊണ്ടുള്ള വെളുത്ത പുക പുറത്തു വന്നു. 1 മണിക്കൂർ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പുതിയ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടു, ജനങ്ങളെ ആശീർവദിച്ചു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വസ്തുത, അതായത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരാൾ മാർപ്പാപ്പയാകുന്നത് എന്നുള്ളതാണ്. കത്തോലിക്ക സഭ എത്രയോ കാലമായിട്ട് അത് മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്ന കാലം മുതൽ അമേരിക്കയ്ക്ക് എന്തോ ഒരു തൊട്ടുകൂടായ്മയാണ് കൽപ്പിച്ചിരുന്നത്. അവിടുത്തെ കർദിനാൾമാർ ഒരിക്കലും പോപ്പ് സ്ഥാനത്തേക്ക് വരുന്നത് അവർ സമ്മതിച്ചിരുന്നില്ല, അത് കൃത്യമായിട്ട് തടഞ്ഞിരുന്നു. ഒരു സമയത്ത് അത് ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ കുത്തകയായിരുന്നു ഈ മാർപ്പാപ്പ സ്ഥാനം. ഈ 267 മാർപ്പാപ്പമാരിൽ 217 പേരും ഇറ്റലിയിൽ നിന്ന് വന്നവരാണ്, 16 പേര് ഫ്രാൻസിൽ നിന്ന്. ഈ ഒരു കാലത്ത് ഫ്രാൻസിൻ്റെ ഒരു കുത്തക, തുടർച്ചയായ കുത്തക ഉണ്ടായപ്പോൾ അത് ഇറ്റലിയും ഫ്രാൻസും തമ്മിലുള്ള സംഘർഷത്തിന് പോലും കാരണമായിട്ടുണ്ട്. പിന്നീട് ഈ പേപ്പസി പോളണ്ട് പോലെയുള്ള ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ചെറുതെന്ന് പറയുന്നത് കത്തോലിക്ക സഭാംഗങ്ങളുടെ എണ്ണത്തിലല്ല, പക്ഷേ ഒരു രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ യൂറോപ്യൻ രാജ്യം പോളണ്ടിലേക്ക് പേപ്പസി ചെന്നിട്ടുണ്ട്. അതുപോലെ തെക്കേ അമേരിക്ക, ഇപ്പോൾ വിടവാങ്ങിപ്പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ അർജന്റീനക്കാരനായിരുന്നു, അങ്ങനെ തെക്കേ അമേരിക്കയിലേക്ക് പോയി. അങ്ങനെ ഇറ്റലി, ഫ്രാൻസ് മുതലായ യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്പിലെ തന്നെ മറ്റു ചില രാജ്യങ്ങൾ, തെക്കേ അമേരിക്ക മുതലായ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന പേപ്പസി ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. ഒരു അമേരിക്കക്കാരൻ, നമ്മുടെ റോബർട്ട് ഫ്രാൻസിസ് പ്രവേസ്ത് പുതിയ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനൊരു കാരണം കൽപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ കാരണമാണ്. പൊളിറ്റിക്കൽ പവറിൻ്റെ കാര്യത്തിലായാലും സാമ്പത്തിക ശേഷിയുടെ കാര്യത്തിലായാലും ലോകത്തെ നമ്പർ 1 രാജ്യം എന്ന് അറിയപ്പെടുന്നത് അമേരിക്കയാണ്. ചില തർക്കങ്ങൾ അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ക്ഷീരസമരകാലം ഒന്നും ഇവിടെ മറക്കുന്നില്ല. പക്ഷെ അമേരിക്കയ്ക്ക് ആ ഒരു 1ാം സ്ഥാനം നിലനിന്നിരുന്നു. പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും ശക്തമായ ഒരു രാജ്യം, പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് പ്രാധാന്യവും ഭൂരിപക്ഷവും അല്ലെങ്കിൽ സ്വാധീനമൊക്കെയുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള, അധികാരശേഷിയുള്ള ഒരാളായിട്ടാണ് കരുതപ്പെടുന്നത്. ഇവിടെ 140 കോടി കത്തോലിക്കരുടെ ഇടയൻ, മഹാ ഇടയൻ മാർപ്പാപ്പ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആധ്യാത്മിക രംഗത്ത് ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള, ശക്തിമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ 2 അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അധികാര സ്രോതസ് ഒരേ രാജ്യത്തുനിന്ന് വേണ്ട എന്നുള്ളതായിരുന്നു അമേരിക്ക ഏതാണ്ട് ഒഴിവാക്കി നിർത്തിയിരുന്ന ആ മനോഭാവത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്. പിന്നീട് അതൊരു അങ്ങേറ്റത്തെ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. സഭ അങ്ങനെ ക്യാപിറ്റലിസത്തോടൊപ്പം അല്ലെങ്കിൽ മുതലാളിത്തത്തോടൊപ്പം സഞ്ചരിക്കുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെയാണ് ഇതുവരെ അമേരിക്കയിൽ നിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടാവാതെ പോയതിൻ്റെ കാരണം. ഇപ്പോൾ ആ കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ജന്മം കൊണ്ട് അമേരിക്കക്കാരനായ ഒരു കർദിനാള് മാർപ്പാപ്പയാവുന്നു, പക്ഷെ അദ്ദേഹം കർമ്മം കൊണ്ട് പെറു എന്ന് പറയുന്ന രാജ്യക്കാരനാണ്. അദ്ദേഹം അവിടെ വൈദികനായി പ്രവർത്തിച്ചു, മിഷണറിയായി പ്രവർത്തിച്ചു, സെമിനാരിയിൽ അധ്യാപകനായിരുന്നു, അതുപോലെ തന്നെ അവിടെ ബിഷപ്പായി. പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തെ കർദിനാളാക്കി. അതായത് 2 വർഷം മുമ്പ് മറ്റുമാണ്, 2023 കർദിനാൾ പദവിയിലെത്തുന്നത്. അത് കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100% അമേരിക്ക എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അദ്ദേഹം അമേരിക്കക്കാരനാണ്. പെറുവിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം സഭയുടെ വൈദിക വൃത്തിയുടെ വിഭിന്ന മേഖലകളിൽ പറഞ്ഞൊരു ഒരു പള്ളിയുടെ വികാരി മുതൽ കർദിനാൾ ബിഷപ്പ് വരെ, അതുപോലെ തന്നെ വത്തിക്കാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുസംഘമുണ്ട്, അതായത് ബിഷപ്പന്മാരുടെ സിനഡ്. ബിഷപ്പന്മാരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വളരെ പ്രബലമായ, വളരെ അധികാരമുള്ള ഒരു സമിതിയാണ്. അതായത് ഈസ്റ്റേൺ ചർച്ചസ് അടക്കം സ്വയാധികാരമുള്ള സഭകൾ ഒഴികെ മറ്റ് കത്തോലിക്ക സഭയിലെ ബിഷപ്പന്മാരെ തീരുമാനിക്കുക, അവരെ തിരഞ്ഞെടുക്കുക, അവർക്ക് പരിശീലനം കൊടുക്കുക മുതലായ വളരെ ഭാരിച്ച ഉത്തരവാദിത്വമുള്ള ഒരു തിരുസംഘത്തിന്റെ തലവനായിരുന്നു കർദിനാള്. അത് മാത്രമല്ല
അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും അടുത്ത ഒരാളായിരുന്നു, ഏറ്റവും ഇഷ്ടമുള്ള അടുപ്പമുള്ള ഒരാൾ. അതുകൊണ്ടാണ് ഇതുപോലെ അധികാരമുള്ള ഒരു സമിതിയുടെ തലവനായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചത്. അതുകൊണ്ട് ഈ പെറുവിലെ വൈദിക വൃത്തിയുമായി ബന്ധപ്പെട്ട ജോലികൾക്കൊപ്പം വികാരി, മിഷണറി, അധ്യാപകൻ, സെമിനാരി അധ്യാപകൻ, ബിഷപ്പ് മുതലായ പദവികൾക്കപ്പുറത്ത് വത്തിക്കാന്റെ ഭരണകാര്യങ്ങളിലും അദ്ദേഹത്തിന് വലിയ പരിചയം നേടിയെടുക്കാൻ സാധിച്ചു. അതൊക്കെ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നതിന് മുഖാന്തരമായ കാരണങ്ങളാണ്. അമേരിക്കയിൽ നിന്നുള്ള ഒരു കർദിനാളിനെ ഇതുവരെ മാർപ്പാപ്പയാക്കാതിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ ചിന്തിക്കുമ്പോൾ കൗതുകരമായ രസകരമായ ഒരു വസ്തുതയാണ്. അവിടുത്തെ ജനസംഖ്യയുടെ 20% ആളുകൾ കത്തോലിക്കരാണ്. അത് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും കത്തോലിക്ക സഭയുണ്ട്, അവരുടെ സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ വളരെ നിർണായകമായ സ്വാധീനം വഹിക്കുന്ന ഒരു സമൂഹമാണ് അമേരിക്കയിലെ കത്തോലിക്കര്. 2 അമേരിക്കൻ പ്രസിഡന്റുമാര് കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ജോൺ എഫ് കെന്നഡിയും ഇപ്പോ കഴിഞ്ഞ ടൈമിൽ പ്രസിഡന്റായിരുന്ന ജോ ബൈഡനും. ഇവർ രണ്ടുപേരും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ളവരായിരുന്നു. പക്ഷേ രജിസ്റ്റർ ചെയ്ത വോട്ടുകളിൽ 53% വോട്ടുകൾ കത്തോലിക്ക വോട്ടുകൾ അല്ലെങ്കിൽ കത്തോലിക്കര് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരാണ്. 43% റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളത്. ഇപ്പോൾ ഈ അമേരിക്കയിലെ പുതിയ രാഷ്ട്രീയം നോക്കുമ്പോൾ ട്രംപിന്റെ രാഷ്ട്രീയം, അദ്ദേഹം ക്രൈസ്തവ സഭയെ പരസ്യമായിട്ട് എൻഡോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സഭയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് ഒരാൾ ആകമാന കത്തോലിക്ക സഭയുടെ തലവനായി വരുന്നു എന്നുള്ളത് രാഷ്ട്രീയമായും മറ്റ് പല ഘടകങ്ങൾ നോക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വേണം കാണേണ്ടത്. ആദ്യഘട്ടത്തിൽ കർദിനാൾ പ്രൊവോസ്റ്റ് ഒരു പ്രധാന സ്ഥാനാർത്ഥി ആയിരുന്നില്ല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്ന 7-8 പേരിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അദ്ദേഹം പരിഗണിക്കേണ്ട ഒരു പ്രധാന വ്യക്തിയായിട്ട് മാറുന്നത്. ഒരുപക്ഷെ കോൺക്ലേവ് അതിലെന്ത് സംഭവിച്ചു എന്നുള്ളത് എക്കാലത്തും രഹസ്യമായിരിക്കും. അതിൽ പങ്കെടുത്ത കർദിനാളന്മാർ പുറത്ത് പറയാറില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം ഒരു പ്രധാന കണ്ടന്ററായിട്ട് അല്ലെങ്കിൽ മത്സരാർത്ഥിയായിട്ട് മാറിയെന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞേക്കില്ല. പക്ഷെ ആദ്യകാലത്ത് പറഞ്ഞിരുന്ന 6-7-8 പേരുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് കർദിനാൾ മാർപ്പാപ്പയാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് അവരെ എല്ലാവരെയും കൃത്യമായിട്ട് അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്ന അവരുടെ നിലപാടുകളാണ്. സഭയുമായി ബന്ധപ്പെട്ട ആധ്യാത്മികമായ, സാമൂഹികമായ, ലോക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സാമൂഹിക ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ അവരെടുക്കുന്ന നിലപാടുകളാണ്, സമീപനങ്ങളാണ് ഒരു മാർപ്പാപ്പയെ ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായ ഒരു വ്യക്തിയായിട്ട് മാറ്റുന്നത്. ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉടനെ അദ്ദേഹം സ്വീകരിക്കുന്ന പേര്, ഇവിടെ ലിയോ 14 എന്ന പേരാണ് ഔദ്യോഗിക നാമമായിട്ട് കർദിനാൾ പുതിയ മാർപ്പാപ്പ സ്വീകരിച്ചിരിക്കുന്നത്. അതിനർത്ഥം അദ്ദേഹം ലിയോ 13 ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, സമീപനങ്ങൾ അതിനോട് യോജിച്ചു നിൽക്കുന്ന ഒരാൾ എന്നാണ്. ലിയോ 13 തൊഴിലാളികളുടെ മാർപ്പാപ്പ എന്ന് അറിയപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹം തൊഴിലാളികളുടെ മികച്ച ജോലി സാഹചര്യങ്ങളെക്കുറിച്ച്, അവർക്ക് ലഭിക്കേണ്ട മികച്ച വേതനത്തെക്കുറിച്ചൊക്കെ ചാക്രിക ലേഖനങ്ങൾ എഴുതുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്ത ഒരാളാണ്. ദരിദ്രരോടൊപ്പം ചേർന്ന് നടന്നിരുന്ന ഒരാൾ എന്നാണ് ലിയോ 13 മാർപ്പാപ്പയെ പറ്റി ചരിത്രകാരന്മാരെ പറഞ്ഞിട്ടുള്ളത്. കർദിനാൾ പ്രൊവോസ്റ്റും ഏതാണ്ട് ആ രീതിയിലുള്ള ഒരാളായിട്ടാണ് കരുതപ്പെടുന്നത്. പെറുവിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ദരിദ്രരായ മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുകയും ജീവിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത ഒരു സാധാരണ ബിഷപ്പ്. അതാണ് കർദിനാൾ പ്രൊവോസ്റ്റിനെ കുറിച്ചുള്ള ഒരു പൊതുവെയുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ വെച്ചു പുലർത്തിയിരുന്ന ചില നിലപാടുകൾ, കാരുണ്യത്തിന്റെ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിന്റെ, അതോടൊപ്പം അഭിപ്രായ വ്യത്യാസമുള്ളവരുമായിട്ടുള്ള ഭിന്നതകൾ പറഞ്ഞു തീർക്കുന്നതിന് ഡയലോഗിലേക്ക് അല്ലെങ്കിൽ സംവാദങ്ങളിലേക്ക് ഏർപ്പെടേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നല്ല ധാരണകൾ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തുടർച്ചയായ ധാരണകൾ ഉള്ള ഒരാളായിരിക്കണം പുതിയ ലിയോ 14 എന്ന് കരുതാൻ എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തിരുന്ന ചില നിലപാടുകൾ, യുദ്ധത്തോടുള്ളത്, അഭയാർത്ഥികളോടുള്ളത്, പ്രത്യേകിച്ച് ഗാസയിലെ യുദ്ധത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. അതുപോലെ ലിംഗസമത്വം, ലൈംഗിക ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ, വിവാഹമോചിതരായ ആളുകൾക്ക് വീണ്ടും വിവാഹം കഴിക്കാമോ, അവർക്ക് വിശുദ്ധ കുർബാന നൽകാമോ, സ്വവർഗ വിവാഹത്തിൽ ഏർപ്പെടുന്നവർക്ക് വിശുദ്ധ കുർബാന നൽകാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു സഭയ്ക്കുള്ളിൽ തന്നെ. ഇതൊക്കെ അടുത്ത മാർപ്പാപ്പ അതിനെയൊക്കെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ലിയോ 14 ഇത്തരം വിഷയങ്ങളിലെ നയം, സമീപനം, അതൊക്കെയാണ് ഇനി അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാക്കുക. മറ്റൊന്ന്, ഈ മാറുന്ന കത്തോലിക്ക സഭയാ, ഏകീകൃത കുർബാന, ജനാഭിമുഖ കുർബാന മുതലായ പ്രശ്നങ്ങൾ, അത് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോ സന്ദേശം ഇറക്കിയിട്ട് പോലും അങ്കമാലി, എറണാകുളം അതിരൂപതയിലെ ഒരു വിഭാഗം ആളുകൾ അത് അംഗീകരിച്ചിരുന്നില്ല. മാർപ്പാപ്പയുടെ പ്രതിനിധിയെ പോലും അവഹേളിക്കുന്ന രീതിയിലേക്ക് ആ തർക്കങ്ങൾ വളരുകയുണ്ടായി. അക്കാര്യത്തിൽ പുതിയ മാർപ്പാപ്പ ലിയോ 14 എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും കേരള സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരിക്കും.